Hello, good evening. Welcome to the social science class. Let us start our class. First lesson is European transition. Please take your textbook and page number 7. പേജ് നമ്പർ 7 ആദ്യം ഒരു പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റിൻ്റെ ഒരു പിക്ചറാണ്. You have already studied historical monument in 6th standard. For example, Taj Mahal, Charminar, Qutub Minar, etc. അതുപോലെ ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ആണ്. ഈയിടയ്ക്ക് ന്യൂസിലൊക്കെ വന്നൊരു മോണ്യുമെൻ്റ് ആണിത്, ഹഗിയ സോഫിയ എന്നുള്ളത്. ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ ദ 6th century AD ഇൻ തുർക്കി. തുർക്കിയിലുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ, നൗ കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് നോൺ ആസ് ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ് പണിതിരിക്കുന്നത്. 6th century AD വളരെ വർഷങ്ങൾക്ക് മുൻപ് പണിതിരിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു മോണ്യുമെൻ്റാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് വരാവുന്നൊരു ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഹഗിയ സോഫിയ? Hagia Sophia was built in the 6th century AD. Now it is preserved as a historical museum in Turkey in Constantinople. Next page. Where is the Constantinople? Adana namukku padikkanalla. Constantinople. Do you know continents? Europe, Asia, ഓസ്ട്രേലിയ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അങ്ങനെയൊക്കെ നിങ്ങൾ കോണ്ടിനെൻറ്റ്സിനെ കുറിച്ചൊക്കെ 5th സ്റ്റാൻഡേർഡിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. കടലുകളെക്കുറിച്ചും സീസിനെ കുറിച്ചും ഓഷ്യൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പിക്ചറാണ് നമുക്കുള്ളത്. അതിൽ കാണിച്ചിരിക്കുന്നു, അവിടെയുണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള സ്ഥലം ലൊക്കേറ്റ്, ഒരു ബ്ലാക്ക് സ്പോട്ട് ചെയ്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ, രണ്ട് വൻകരകളുടെ ഇടയിലായിട്ടുള്ള ഒരു സ്ഥലത്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സ്ഥലങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് രണ്ട് കടലുകളുണ്ട്, ദ ബ്ലാക്ക് സീ ആൻഡ് ദ മെഡിറ്ററേനിയൻ സീ. ലൊക്കേറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ മാപ്പ്. എല്ലാവരും ആ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണെന്ന് നോക്കി എല്ലാവരും. എല്ലാവരും നോക്കുക. ഇത് കണ്ട, ഇത് യൂറോപ്പ്, ഇത് ഏഷ്യ, ഇത് രണ്ടുമാണ് രണ്ട് കോണ്ടിനെൻറ്റ്സ്. അതിനിടയിൽ ഉള്ള സമുദ്രങ്ങളാണ് സീ, ബ്ലാക്ക് സീ ആൻഡ് ദ മെഡിറ്ററേനിയൻ സീ. അതിൻ്റെ ഒരു വഴി പോലെ കണ്ട, ചെറിയ യൂറോപ്പിൽ നിന്നും ഗേറ്റ് വേ ഫ്രം യൂറോപ്പ് ടു ഏഷ്യ, ഏഷ്യയിലേക്ക് പണ്ട് ജനങ്ങൾ കരമാർഗം ലാൻഡ് റൂട്ടിൽ വന്നിരുന്ന ഒരു സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. നൗ കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് നോൺ ആസ് ഇസ്താംബുൾ. നമ്മുടെ ഇവിടെ ചെന്നൈ, മദ്രാസ് ചെന്നൈ എന്നൊക്കെ അറിയപ്പെടുന്നത് പോലെ കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്ന് ഇസ്താംബുൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി വാട്ട് വേർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റാന്റിനോപ്പിൾ? നിങ്ങൾ ഓർക്കുന്ന ടീച്ചർ എന്താണ് ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ 3 പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ നിങ്ങളും കൂടി വായിക്കുക. ഫസ്റ്റ് വൺ സേ സെൻറ്റർ ഓഫ് നോളജ്. Second one, a board of scholars and treasure trove of scholarly texts. Third one, gateway from Asia to Europe. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തോടി അവിടെ ഭരിച്ചിരുന്ന റോമൻ എംപയേഴ്സ്, റോമൻ ചക്രവർത്തിമാർ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയി. അവരെ തോൽപ്പിച്ചിട്ടാണ്, പിടിച്ചടക്കിയത് അങ്ങനെയാണ്. അവിടെ നിന്ന് അവർ റോമൻ ഇറ്റലിയിലേക്കെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോയി. അപ്പോൾ അവരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന സ്കോളേഴ്സ്, ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ്, ഇവരെല്ലാം ഈ റോമൻ ചക്രവർത്തിമാർ ഇവരെല്ലാം വളരെയധികം പരിപോഷിപ്പിച്ചിരുന്ന ആൾക്കാരാണ്. ഈ സ്കോളേഴ്സ് എന്ന് വെച്ചാൽ പണ്ഡിതന്മാരും, ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ചിത്രകാരന്മാർ, റൈറ്റേഴ്സ് നല്ല എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും റോമ ചക്രവർത്തിമാരുടെ കൂടെ ദേ വെർ ഓൾസോ മൈഗ്രേറ്റഡ് ടു ഇറ്റലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഡിഡ് ദി സ്കോളേഴ്സ്, റൈറ്റേഴ്സ് ആൻഡ് ദി ആർട്ടിസ്റ്റ് മൈഗ്രേറ്റഡ് ടു ഇറ്റലി?
അതാണ് അടുത്ത ചോദ്യം. വൈ ഡിഡ് ദി സ്കോളേഴ്സ്, റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് മൈഗ്രേറ്റ് ടു ഇറ്റലി? ഇറ്റലിയിലേക്ക് ഇവരെല്ലാം പോകാൻ കാരണം എന്താണ്? ഇവർക്ക് തുർക്കിയിൽ തന്നെ നിൽക്കാമായിരുന്നു. പക്ഷേ ഇവരും റോമൻ ചക്രവർത്തിമാരുടെ കൂടെ, റോമൻ എംപയേഴ്സിൻ്റെ കൂടെ എങ്ങോട്ടേക്ക് പോയി? ഇറ്റലിയിലേക്ക് പോയി. അതിനുള്ള കാരണം നമ്മളുടെ പേജ് നമ്പർ 9 3 പോയിന്റ്സ് ആയിട്ടുണ്ട്. ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദ റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡിഷൻ. ഗ്രീക്കോ റോമൻ ട്രഡിഷൻ ഉയർത്തിപ്പിടിക്കുന്ന നല്ലൊരു രാജ്യമായിരുന്നു ഇറ്റലി. സെക്കൻഡ് പോയിന്റ്, the rich Italian traders were the patrons of art, literature and culture. ഇറ്റലിയിലെ ട്രേഡേഴ്സ്, അവിടെ ഏറ്റവും കൂടുതൽ അന്ന് ട്രേഡേഴ്സ് ഉണ്ടായിരുന്ന സ്ഥലം, കച്ചവടക്കാർ, അവർ ഇങ്ങനെയുള്ള ആർട്ടും സാഹിത്യവും കലയും ഒക്കെ ഉള്ളവരെ എന്ത് ചെയ്യുമായിരുന്നു? അപ്ലിഫ്റ്റ് ചെയ്യുന്നവരായിരുന്നു, വളരെയധികം അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നവരായിരുന്നു. ദീസ് ട്രേഡേഴ്സ് വെർ കീൻ ടു പ്രിസർവ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് പഴയ എല്ലാ സംസ്കാരങ്ങളെയും അവർ വളരെയധികം ഭംഗിയായി കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ സ്കോളേഴ്സും റൈറ്റേഴ്സും ആർട്ടിസ്റ്റും ഒക്കെ എങ്ങോട്ട് പോയത്? ഇറ്റലിയിലേക്ക് പോയത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതാണ്, വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? അതിൻ്റെ ആൻസറാണ് ഇത്. 3 എണ്ണം ഉണ്ട് കേട്ടോ, 3 പോയിൻ്റാണുള്ളത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അങ്ങനെ ഇവരെല്ലാവരും എങ്ങോട്ട് പോയി? ഇറ്റലിയിലേക്ക് പോയി. ആരുടെ കൂടെ? റോമ എംപയേഴ്സിൻ്റെ കൂടെ പോയി. ഈ സമയത്താണ് ഈ സമയത്ത് ഹെൻസ് ദ ഇറ്റാലിയൻ സിറ്റീസ് ഫാദേർഡ് തിങ്കിങ് ആൻഡ് എൻകറേജ് ദ സ്പിരിറ്റ് ഓഫ് ലേണിംഗ് എമോങ് ദി ഇമിഗ്രൻറ്റ് സ്കോളേഴ്സ്. ഇവിടെ നിന്ന് ചെന്ന ആ സ്കോളേഴ്സിനെ ഇവരെല്ലാവരും വളരെയധികം എൻകറേജ് ചെയ്തു. ബൈ ദ എൻഡ് ഓഫ് ദ 13th century, അങ്ങനെ 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അവിടെ ഒരു പുതിയ വളർച്ച, ഒരു ഉയർച്ചയുണ്ടായി. ഇറ്റ് ഈസ് നോൺ ആസ് റിനൈസൻസ്. ഉത്ഥാനം, പുതിയൊരു ഉത്ഥാനം ഉണ്ടായി. റിനൈസൻസ് ബിഗാൻ ഇൻ ഇറ്റലി. എവിടെയാണ് അതുണ്ടായത്? ഇറ്റലിയിൽ. ഈ സ്കോളേഴ്സും റൈറ്റേഴ്സും ഒക്കെ അവിടെ ചെന്ന് അവിടെ ഒരു വലിയൊരു ഉയർച്ച അവിടെ ഉണ്ടായി. ആ ഉയർച്ചയ്ക്ക് പറയുന്ന പേരാണ് റിനൈസൻസ്. എന്നാണതുണ്ടായത്? ബൈ ദ എൻഡ് ഓഫ് 13th century the Renaissance began in Italy. The end of 13th century Renaissance began in Italy. ഇതെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യണം. ഇനി വാട്ട് ഈസ് റിനൈസൻസ്? എന്താണ് ഈ റിനൈസൻസ്? ഈ പാരഗ്രാഫ് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് മെഡീവൽ പീരീഡ്, ആൻഷ്യൻ കഴിഞ്ഞിട്ട് പുരാതന ആൻഷ്യൻ പീരീഡ് ഉണ്ട്, പിന്നെ അതിൻ്റെ നടുക്കുള്ള പീരീഡിനാണ് നമ്മൾ മെഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. ആ മെഡീവൽ പീരീഡിലാണ് അവിടെ നമ്മളുടെ ലോകത്ത് മുഴുവനും ജനങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള രൂപങ്ങൾ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഗോഡിനെയാണ് സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കുള്ളൂ, ബിംബങ്ങളൊക്കെ ഉണ്ടാക്കുള്ളൂ. ഒരു ബുക്കാണെങ്കിലും, ഇപ്പോൾ ബൈബിളൊക്കെ ഉണ്ടായത് ആ സമയത്താണ്. ഒരു ബുക്കാണെങ്കിലും അത് ദൈവത്തെക്കുറിച്ചുള്ളതൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ ഇറ്റലിയിലെത്തിയ സ്കോളേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. അവർ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യനെക്കുറിച്ചുള്ള പുസ്തകങ്ങളും, അതായത് നമ്മളെ ഉൾപ്പെടുത്തിയുള്ള ഇപ്പോഴത്തെ സിനിമകളൊക്കെ പോലെ മനുഷ്യനെക്കുറിച്ചുള്ള എഴുത്തുകളും മനുഷ്യനെക്കുറിച്ചുള്ള ബിംബങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. മനുഷ്യർക്ക് പ്രാധാന്യം കൊടുത്തു. അതിവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതുണ്ട്, ദേ ഗേവ് ഗ്രീക്ക് ദ ലിറ്ററേച്ചർ ഓഫ് ദിസ് പീരിയഡ് വാസ് നോ ലോങ്ങർ confined the religion and philosophy but gave way to themes that depicted diverse aspects of human life. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അവർ സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങി. ദിസ് വേർഷൻ പ്രൈമർലി കൺസേൺഡ് വിത്ത് ദി വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് നോൺ ആസ് ഹ്യൂമാനിസം. അങ്ങനെ മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തകൾ ചിന്തിക്കാനും അവരെക്കുറിച്ച് നോട്ട്സ് കഥകൾ എഴുതാനും കവിതകൾ എഴുതാനും നാടകങ്ങൾ രചിക്കാനും അവരുടെ പ്രതിമകൾ നിർമ്മിക്കാനും ഒക്കെ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് മെഡീവൽ പീരീഡ്. ആ കാലഘട്ടത്തെ പറയുന്ന ഉണ്ടായ ഒരു ഇതാണ് ഹ്യൂമാനിസം.
ഹ്യൂമാനിസം എന്നുള്ളത്. ഈ ഹ്യൂമാനിസത്തിൽ ഉണ്ടായത് ഈ റിനൈസൻസ് പീരിയഡിലാണ്. മനസ്സിലായോ? ഇതുണ്ട, The new spirit of humanism inspired unique thoughts in the universe and human life. It promoted reasoning and the spirit of inquiry. Consequently, a new awakening in all spheres of human life became visible in Europe, and it is known as the Renaissance. ഈ സമയത്ത് ജനങ്ങൾ എല്ലാ കാര്യങ്ങളുടെയും കാരണങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി, റീസൺ കണ്ടുപിടിക്കാൻ തുടങ്ങി. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് രാത്രി ഉണ്ടാകുന്നത്, പകൽ ഉണ്ടാകുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളിൽ റീസൺ കണ്ടെത്താൻ തുടങ്ങി. എന്തുകൊണ്ടാണ് വൈകുന്നേരം ആകുമ്പോൾ സൂര്യനെ പടിഞ്ഞാറ് വശം കാണുന്നത്, ഇങ്ങനെയുള്ള ഈസ്റ്റിലും വെസ്റ്റിലും, പിന്നെ ഈസ്റ്റിൽ സൺറൈസ് ചെയ്യുന്നു, വെസ്റ്റിൽ സൺസെറ്റ് ചെയ്യുന്നത്, ഇതിനെല്ലാം കാരണങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള റീസൺ കണ്ടുപിടിക്കാൻ തുടങ്ങി. ആ കണ്ടുപിടുത്തത്തെയാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. ഇതുണ്ടായത് എവിടെയാണ്? യൂറോപ്പിലുള്ള ഇറ്റലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതുണ്ടാകാൻ കാരണവും നമ്മൾ പഠിച്ചു. അങ്ങോട്ടുള്ള ഈ മൈഗ്രേറ്റ് ചെയ്തു പോയ സ്കോളേഴ്സും റൈറ്റേഴ്സും കൂടി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ഇപ്പോൾ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.